കേരളത്തിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മൂന്നാം ചേരിയെ തകർക്കാൻ കോൺഗ്രസ്, മാർക്സിസ്റ്റ് ലീഗ് എന്നിവർ ചേർന്ന് ത്രികക്ഷി സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരായി പൊതു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഈ സഖ്യം ശ്രമിക്കുകയാണ്. മൂന്നാം ചേരി സഖ്യത്തെ ഭയക്കുകയാണ് ഇവർ. ഇതിനെക്കുറിച്ച് കോൺഗ്രസ്, മാർക്സിസ്റ്റ് ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ പറയുന്നത് LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന്. സത്യത്തിൽ അതല്ല. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മൂന്നാം ശക്തിയും ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നേതൃത്വം നൽകുന്ന ത്രികക്ഷി സഖ്യവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടക്കുന്നത്. ഹിന്ദു ഏകീകരണത്തെ, ഹിന്ദു ഐക്യത്തെ തകർക്കാൻ മുസ്ലിം ലീഗ് വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട്. സംഘടിത മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മത്സരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ കാർമ്മികത്വത്തിൽ കോൺഗ്രസിനെ, മാർക്സിസ്റ്റ് പാർട്ടിയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ത്രികക്ഷി സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മധ്യസ്ഥത വഹിക്കുന്നത് മുസ്ലിം ലീഗാണ്. കാരണം ഒരു ഹിന്ദു ഐക്യം, ഹിന്ദു ഏകീകരണം കേരളത്തിലുണ്ടായാൽ മുസ്ലിം ലീഗിൻ്റെ കച്ചവട താല്പര്യം സംരക്ഷിക്കുന്ന ഭരണം ഉണ്ടാവില്ല. അക്കൗണ്ട് തുറക്കൂ എന്നുള്ളതാണ് ഇതുവരെ നടന്ന ചർച്ചയെങ്കിൽ ഇപ്പം ബി.ജെ.പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും മൂന്നാം ശക്തിയുടെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന രീതിയിലേക്ക് ചർച്ച മാറിയിരിക്കുകയാണ്. ഇത് കേരള രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ സൂചനയായി നമുക്ക് കാണാൻ സാധിക്കും. ജന്മം നൽകുന്നതിന് മുമ്പ് തന്നെ ഉന്മൂലനം ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.